പുലരിയുടെ മൗനം ഭേദിച്ച് ആദ്യത്തെ പീരങ്കിയുടെ ഇടിമുഴക്കം കേട്ടു. ഡച്ചുകാരുടെ ആക്രമണം തുടങ്ങി. കൂറ്റൻ പീരങ്കികൾ തിരുവിതാംകൂറിന്റെ മൺമതിലുകളിലേക്ക് തീ തുപ്പി. ഇതൊന്നും ഒരു യുദ്ധമല്ല, ഒരു നേരംപോക്കു മാത്രം. ഡച്ച് സൈനികർ കളിയാക്കി ചിരിച്ചു. അവരുടെ വെടിക്കോപ്പുകൾ കടൽത്തീരത്തെ മണലിൽ പതിച്ച് ചിതറി. അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ സൈന്യം നടത്തിയത്. പെട്ടെന്ന് ആഞ്ഞുവീശിയ കടൽക്കാറ്റിൽ മണലും പൊടിയും ഡച്ച് സൈനികരുടെ കണ്ണുകളിലേക്ക് പറന്നു. അത് അവർ പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണമായിരുന്നു. കണ്ണു തുറക്കാൻ പോലും കഴിയാതെ അവർ കുഴഞ്ഞു. എന്താണ് സംഭവിക്കുന്നത്? ഡി ലാനോയ് ഭീകരതയോടെ അലറി. തന്റെ പടയാളികൾ ഇരുട്ടിൽ തടഞ്ഞും തപ്പിത്തടഞ്ഞും വീഴുന്നത് കണ്ടപ്പോൾ അയാൾ പരിഭ്രാന്തനായി. ഇവരെന്ത് കണ്ടാണ് യുദ്ധം ചെയ്യുന്നത്? നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? അയാൾ സ്വയം ചോദിച്ചു. ഈ അവസരം മുതലെടുത്ത് ഒരു മൺമതിലിന്റെ മറവിൽ നിന്ന് തിരുവിതാംകൂറിലെ സൈനികർ ഒരു കൊടുങ്കാറ്റ് പോലെ ഡച്ച് പടയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. അവരുടെ കൈകളിൽ കടാരകളും വാളുകളും മാത്രം. എന്നാൽ ഓരോ തിരുവിതാംകൂർ ഭടന്റെയും മനസ്സിൽ ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനം ജ്വലിച്ചുനിന്നു. അവരിൽ ഒരാളായിരുന്ന ഗോവിന്ദൻ ഡച്ച് സൈനികരുടെ കൂറ്റൻ രൂപങ്ങൾ കണ്ടപ്പോൾ ആദ്യമൊന്ന് പകച്ചു. എന്നാൽ തന്റെ അമ്മയെയും ഭാര്യയെയും വീടിനെയും ഓർത്തപ്പോൾ അവന്റെ കൈകളിലെ കഠാരയ്ക്ക് കൂടുതൽ ബലം വന്നു. അവൻ മുന്നോട്ടു പാഞ്ഞു. ഡി ലാനോയ് തന്റെ സൈനികരെ അണിനിരത്താൻ ശ്രമിച്ചു. എന്നാൽ കുഴഞ്ഞുമറിഞ്ഞ ആ പോർക്കളത്തിൽ അവരുടെ കൂറ്റൻ പീരങ്കികൾക്ക് തിരിയുവാനോ ലക്ഷ്യസ്ഥാനം കാണുവാനോ കഴിഞ്ഞില്ല. ഡച്ച് വെടിക്കോപ്പുകൾ പലതും നനഞ്ഞ മണ്ണിൽ വീണലിഞ്ഞു. തിരുവിതാംകൂറിലെ സൈനികർ അതിവേഗത്തിൽ ഡച്ച് സൈനികർക്കിടയിലേക്ക് തുളച്ചുകയറി. ഒരു ചെറിയ യുദ്ധമായി തുടങ്ങിയ ആ പോരാട്ടം ക്രൂരമായ ഒരു പോർക്കളമായി മാറി. രക്തത്തിന്റെ ഗന്ധം കടൽക്കാറ്റിൽ കലർന്നു. ഓരോ നിമിഷവും ഒരു ഡച്ച് സൈനികൻ നിലം പതിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ വിജയക്കൊടി പതിയെ ഉയർന്നു. ഡി ലാനോയ് പരിഭ്രാന്തനായി. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയൊരു പോരാട്ടം പ്രതീക്ഷിച്ചിരുന്നില്ല. തന്റെ സൈനിക ശക്തിയിലും സാങ്കേതിക വിദ്യയിലും അമിതമായി വിശ്വസിച്ച അദ്ദേഹത്തിന് ഒരു ജനതയുടെ പ്രതിരോധം എത്ര വലുതാണെന്ന് മനസ്സിലായില്ല. ഒടുവിൽ ഡച്ചുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പലരും കീഴടങ്ങി. യുദ്ധം അവസാനിച്ചു. അങ്ങനെ 1741 ഓഗസ്റ്റ് 10 ഒരു യൂറോപ്യൻ ശക്തിയെ നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജ്യം തിരുവിതാംകൂറായി മാറി.